ഇന്ന് നമുക്ക് മുട്ടക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. തേങ്ങ അരച്ച് ചേർത്താണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം തേങ്ങ അരച്ചെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയും ഇതിലേക്ക് 3 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ആവശ്യത്തിന് വെള്ളം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞത്, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഒരു ചട്ടി വെച്ച് ഇതിലേക്ക് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർക്കാം. ഈ സവാള ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവാള ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർക്കുക. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിനെ ഒരു ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് തിക്കാണ് ഈ കറി. ഇങ്ങനെ ഉണ്ടാവാം. നിങ്ങൾക്ക് ലൂസാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. 2 or 3 മുട്ട ഇതിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഒഴിച്ചതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി മുട്ട ഒരു പകുതി വേവായി വരുമ്പോഴത്തേക്കും നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ മുട്ടയുടെ പീസ് കുറച്ച് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാണ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിന് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.